Welcome to RK's Stories. ലവ് ഇൻ ഗോവ NIT ലവ് സ്റ്റോറി ഭാഗം 18. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. വെൽക്കം ടു ദ റിയൽ ഷോ മിസ്റ്റർ ആരുഷ്. പുറകിൽ നിന്നും ചിരപരിചിതമായ ഒരു ശബ്ദം കേട്ട് ആരുഷ് ഞെട്ടിത്തിരിഞ്ഞു. അവർക്ക് പുറകിൽ കറുത്ത സ്കിൻ ടൈറ്റ് ജീൻസും ജാക്കറ്റും ധരിച്ച് കയ്യിൽ ജപ്പാനീസ് നിഞ്ചകളുടെ ആയുധമായ കറ്റാനയും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അനഘയും സിതാരയും. സോറി ആരുഷ്, ഞങ്ങളെ കണ്ട് ഇതുപോലെ ഞെട്ടാതിരിക്കാൻ വേണ്ടിയാ ഈ സീനിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചത്. അതിന് ആ പാവം ശ്രേയെ ഞങ്ങൾക്ക് ബലിയാടാക്കേണ്ടിയും വന്നു. അച്ചായന്റെ നഷ്ടപ്പെട്ടു പോയ ലോക്കർ തിരിച്ചെടുക്കുന്നതിനിടയിൽ അവളെ കൊന്ന് കെട്ടിത്തൂക്കുമ്പോ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നിന്നെ കുറച്ചു നാളത്തേക്ക് അകത്താക്കാമെന്നാ കരുതിയിരുന്നത്. അങ്ങനെ ചെയ്താല് ഞങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിനിടയിൽ നീ ഒരു പ്രശ്നമാവുകയല്ലേ എന്നും ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ ദിയയുടെ അച്ഛൻ ഇടപെട്ടത് കാരണം നീ പുറത്തു ചാടി. ആയിസാറ്റോനെ രക്ഷിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി അല്ലേടി? സിത്താരയെ നോക്കി ചിരിച്ചും കൊണ്ട് അനഘ പറഞ്ഞതിന് മറുപടിയായി സിത്താര തിരികെ ചിരിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ അപ്പോഴും ആരുഷിന്റെ ചലനങ്ങളിലായിരുന്നു. നീയൊക്കെ യഥാർത്ഥത്തിൽ ആരാടിപ്പുല്ലേ? ആരുഷിനെ തള്ളി മാറ്റി അസ്തി മുന്നോട്ട് കയറി നിന്നു. സോറി ഇടച്ചക്കരെ, നീയൊക്കെ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ അനഘയും സിതാരയൊന്നുമല്ല. മീറ്റ് ക്ലാര പനങ്കാടൻ. സിതാരയെ ചൂണ്ടി അനഘ പറഞ്ഞു. ആൻഡ് മൈസെൽഫ് സോഫിയ പനങ്കാടൻ. വിഷ് ചെയ്യുന്നത് പോലെ താല അല്പമൊന്ന് കുനിച്ച് അനഘ അവരെ നോക്കി. പനങ്കാടന്റെ മക്കൾ. ആരുഷിന്റെ ചുണ്ടുകൾ പിറുപിറുത്തു. യെസ് മാൻ, ദി സെയിം കിഡ്സ്. ഇടാ, അപ്പൊ അവർക്ക് വിദേശത്തെവിടെയാണെന്നല്ലേ ആശാൻ പറഞ്ഞത്? കാശുണ്ടേലേ ഒരാൾമാരാട്ടം നടത്താനാണ് മണവാള ഇവിടെ പ്രയാസം. ഞങ്ങളുടെ അതേ പേരിൽ ഇപ്പോഴും ചിലര് ദുബായിലുണ്ട്. ആ ഗംഗ കഴിവറി മോളുടെ അച്ഛന്റെ കണ്ണി പൊടിയിടാൻ. അപ്പൊ ശരിക്കുള്ള അനഘയും സിതാരയും? അസി ഒരു ചോദ്യത്തോടെ പുരുകയുയർത്തി. ആവോ, ആർക്കറിയാം അവരൊക്കെ ആരാണെന്ന്? അഹോ, ഒപ്പോപ്പ നിന്റെ കൂടെ ഉള്ളവനാണോടി? അയ്യോ, അവനൊരു പാവം. അത് പറഞ്ഞപ്പോ അനഘയുടെ മുഖം ഒന്ന് മങ്ങി. എന്നാലും ഇതൊരു മതിരി മറ്റോടത്തെ പരിപാടിയായി പോയി കേട്ടോടി പൊന്നാര മോളെ. ആ പാവപ്പെട്ട ചെറുക്കനെ നീ അല്ലടി? ആസി ഒന്ന് ചീറി. അവനോടുള്ള എന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ള തന്നെയാ. അനഘയുടെ വാക്കുകളൊന്ന് ഇടറി. അവളുടെ മറ്റോടത്തെ ഒരു സ്നേഹം ആഴുകറിയോളും. ആസി നിന്ന് തിളച്ചു. ഈ സമയമത്രയും ആരുഷിന്റെ കണ്ണുകൾ അവർക്കിടയിലൂടെ അകത്തേക്ക് കിടക്കാനുള്ള വഴി തേടുകയായിരുന്നു. എന്നാൽ സിതാരയാകട്ടെ അവന്റെ ഓരോ ചലനവും സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഓ, നമ്മുടെ ഹോപ്പിനെ ഞാനിപ്പോ തെറ്റിദ്ധരിച്ചേനെ. സോറി മച്ചാനെ, ഹോപ്പല്ല, ഞാനാണ് പനങ്കാടന്റെ മൂന്നാമത്തെ മകൻ, സാംസൺ പനങ്കാടൻ. ഒരു നിഞ്ചയുടെ വേഷത്തിൽ പച്ചമലയാളത്തിൽ അതും പറഞ്ഞ മുറിക്കകത്തേക്ക് നടന്നു വന്ന ശിവയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ അസിയും ആരുഷും ഞെട്ടിപ്പോയി. ഈ ഒറ്റകളെ രണ്ടുപേരെയും കണ്ടപ്പോഴേ നീയും ഹോപ്പുമായിരിക്കും മറ്റു രണ്ടുപേരെന്നാ ഞാൻ വിചാരിച്ചത്. ഇനിയുണ്ടല്ലോ രണ്ട് അവതാരങ്ങളൂടെ, അവരൊക്കെ ആരാടാ പുല്ലേ? അസി കൈയൊന്ന് ചുരുട്ടി മുന്നിലേക്ക് കയറി. ആരുഷ് അവന്റെ ഇടത് കൈ കൊണ്ട് അസിയെ പിടിച്ച് പതുക്കെ പുറകിലേക്ക് മാറ്റി നിർത്തി. അത് നീയൊന്നും ഇപ്പൊ അറിയേണ്ട കാര്യമില്ല സഹോ. നിങ്ങൾക്ക് സ്വാഗതം ഒരുക്കാനേ തൽക്കാലം ഞങ്ങൾ 3 പേരും മതി, അല്ലേടി പിള്ളേരെ? പിന്നല്ലാതെ, അനഘ മറുപടി പറഞ്ഞു. പിന്നൊരു കാര്യം കൂടി, നീയൊക്കെ വിചാരിക്കും പോലെ ഇവളെന്റെ കാമുകിയല്ല, സഹോദരിയാണ്. സിതാരയെ ചൂണ്ടി ശിവ ചിരിച്ചു. നീയൊക്കെ കൂടെ നിന്നിട്ട് ചെല്ലടാ. അസിയുടെ വായിൽ നിന്നും ചെവി പൊട്ടുന്ന തെറി കേട്ട് അവർ 3 പേരും ഉറക്കെ ചിരിച്ചു. സോറി ഗൈസ്, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. വന്നതുപോലെ തിരിച്ചു പോയാൽ പഴയതുപോലെ നമ്മൾ ഫ്രണ്ട്സ്. അല്ലാതെ ഗംഗയെ രക്ഷിക്കാൻ ശ്രമിച്ചാലേ മോനെ ആരു, നീ ഇവിടെ ഒന്നും തിരിച്ചു പോകില്ല. ശിവയുടെ ശബ്ദത്തിന് മുമ്പെങ്ങും കേൾക്കാത്ത പോലെ ഒരു മൂർച്ച. അവർ 3 പേരുടെയും നോട്ടം ആരുഷിലേക്കായി. അല്പമൊന്ന് ചിന്തിച്ചതിന് ശേഷം അവന്റെ കൈ ജീൻസിന്റെ പുറകിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൈത്തോക്കിലേക്ക് നീണ്ടു. എന്നാൽ അടുത്ത നിമിഷം അത് വേണ്ടെന്ന് വെച്ച് അവൻ അവരെ 3 പേരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവർ തീരെ പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിലാണ് ആരുഷ് മുന്നോട്ട് കുതിച്ചത്. കയ്യിലിരുന്ന കറ്റാന ഒന്ന് വീശുവാനുള്ള സമയം അനഘയ്ക്കും സിതാരയ്ക്കും കിട്ടുന്നതിന് മുൻപ് തന്നെ മുന്നിലേക്ക് കുതിച്ചു ചാടിയ ആരുഷിന്റെ മടക്കിയ മുട്ടുകാൽ നടുവിൽ നിന്നിരുന്ന ശിവയുടെ നെഞ്ചും കൂടി ലക്ഷ്യമാക്കി പതിഞ്ഞു. ഇരു കൈകളും ഉയർത്തി അവൻ ആ പഞ്ച് തടുത്തെങ്കിലും അതിന്റെ ശക്തിയിൽ അല്പദൂരം പുറകോട്ട് നിരങ്ങി നീങ്ങി താഴേക്ക് മുട്ടുകുത്തിയിരുന്ന അവന്റെ കൈകൾ പുറകിൽ മുതുകിൽ ഷട്ടിൽ ഒളിപ്പിച്ചിരുന്ന കറ്റാനിലേക്ക് നീണ്ടു. അനഘയുടെയും സിതാരയും കയ്യിലിരുന്ന കറ്റാനകൾ ഒരു മൂളലോടെ ആരുഷിനെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. ഞൊടിയിടയിൽ മാർജാര വടിവിൽ പൂച്ചയുടെ മെയ്വഴക്കത്തോടെ പുറകോട്ട് ചാടി മാറിയ ആരുഷ്
ഒന്ന് വെട്ടിത്തിരിഞ്ഞ് സിതാരയുടെ പുറകിലെത്തി കഴുത്ത് തളപ്പൻ പൂട്ടിൽ അവളുടെ കഴുത്തിറുക്കി കറ്റാനയിലുള്ള അവളുടെ പിടി ഒന്ന് അയഞ്ഞു. പുറകിൽ നിന്നും പൂട്ടിട്ട് പിടിച്ച ആരുഷിന്റെ കരുത്തിൽ അനങ്ങുവാൻ സാധിക്കാതെ അവൾ നിന്ന് ചീറി. മുന്നോട്ട് വന്ന അനഘയുടെയും ശിവയുടെയും മുന്നിൽ സിതാരയെ ഒരു പരിചയാക്കി നിർത്തി വലത് കൈകൊണ്ട് കറ്റാനയിൽ പിടിച്ചിരുന്ന സിതാരയുടെ കൈകൾക്ക് മേലെ കൂട്ടിപ്പിടിച്ച് ആ വാളിന്റെ നിയന്ത്രണം അവനങ്ങ് ഏറ്റെടുത്തു. കൂട്ടിൽ നിന്നും അനങ്ങുവാൻ സാധിക്കാതെ നിന്ന സിതാരയെ മുന്നിൽ നിർത്തി അവളുടെ കയ്യിലിരുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൻ അനഘയെയും ശിവയെയും നേരിട്ടു. സിതാരയെ മുന്നിൽ നിർത്തിയിരുന്നത് കൊണ്ട് അനഘയ്ക്കും ശിവയ്ക്കും ആരുഷിനെ ആക്രമിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അല്പനേരം അവരെ അങ്ങനെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം അവൻ സിതാരയുടെ കഴുത്തിലെ പൂട്ടഴിച്ച് അവളെ ഒരു വശത്തേക്ക് വീശി എറിഞ്ഞു. ഒന്ന് കറങ്ങി തെറിച്ചുപോയ സിതാരയുടെ കയ്യിലിരുന്ന വാൾ അപ്പോഴേക്കും ആരുഷ് കൈക്കലാക്കിയിരുന്നു. ആ കറ്റാനയും ചുഴറ്റി അവൻ അനഘയെയും ശിവയെയും നേരിട്ടു. ഗജവടിവിലൂടെ മുന്നോട്ട് കയറി അവന്റെ മിന്നൽ പ്രയോഗങ്ങൾ അനഘയും ശിവയും ഇരുവശത്തു നിന്നും ചേർന്ന് തടഞ്ഞു നിർത്താൻ ഏറെ പണിപ്പെട്ടു. സാധാരണഗതിയിൽ ഇരു കൈകളും ഉപയോഗിച്ച് പിടിച്ചെങ്കിൽ മാത്രം ശരിയായ നിയന്ത്രണം കിട്ടുന്ന ഭാരമുള്ള കറ്റാന തന്റെ ഒരു കൈ മാത്രം ഉപയോഗിച്ച് അതും ഇടതും വലതും കൈകളിൽ മാറി മാറി പിടിച്ചും കൊണ്ട് ആരുഷ് അവരെ ആക്രമിക്കുന്നത് കണ്ട് അനഘയും ശിവയും തെല്ലൊന്നമ്പരന്നു. വാളുകളുടെ ശീൽക്കാരങ്ങളും അവ ഏറ്റുമുട്ടുമ്പോൾ ചിതറിത്തെറിക്കുന്ന തീപ്പൊരികളും അവിടെ വല്ലാത്തൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു. ശിവയോടും അനഘയോടും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ആരുഷിന്റെ പുറകിൽ സിതാര മെല്ലെ നിലത്തുനിന്നും എഴുന്നേറ്റു. അരയിലെ ബെൽറ്റിൽ തിരികെ വെച്ചിരുന്ന ഒരു കത്തി വലിച്ചൂരിയെടുത്തുകൊണ്ട് അവൾ അവന്റെ നേരെ പാഞ്ഞു. തനിക്ക് എതിരെ നിന്ന് ആക്രമിച്ചുകൊണ്ടിരുന്ന അനഘയുടെയും ശിവയുടെയും നോട്ടം പുറകിലേക്ക് നീളുന്നതും അവരുടെ മുഖത്ത് പെട്ടെന്നൊരു ഭയം മിന്നുന്നതും കണ്ട് ആരുഷ് തല അല്പം ചരിച്ച് പുറകിലേക്ക് നോക്കി. തനിക്ക് തൊട്ടു പുറകിലായി തന്റെ കഴുത്തിൽ കുത്തി ഇറക്കുവാനായി കത്തിയോങ്ങി നിൽക്കുന്ന സിതാരയെയും അവൾക്കു പുറകിൽ പാതി ഒടിഞ്ഞൊരു കസേരയും ഉയർത്തി നിൽക്കുന്ന അസിയെയും അവൻ കണ്ടു. കയ്യിലിരുന്ന കസേര അസി ശക്തിയോടെ താഴേക്ക് വീശി. സിതാരയുടെ തലയുടെ പുറകിൽ വന്നിടിച്ച കസേര വല്ലാത്തൊരു ശബ്ദത്തോടെ ചിന്നിച്ചിതറി. പഴകിയ കസേരയുടെ മരച്ചീളുകളും പൊടിയും അവർക്കു ചുറ്റും ചിതറിത്തെറിച്ചു. ചെറിയൊരു ഞരക്കത്തോടെ ആരുഷിനെ നോക്കി തുറിച്ച കണ്ണുകളുമായി സിതാര താഴേക്ക് വീണു. ക്ലാര! ഉറക്കെ അലറിക്കൊണ്ട് അനഘ കയ്യിലിരുന്ന വാൾ ഉയർത്തി അസിയുടെ നേരെ പാഞ്ഞു. അസി പേടിച്ച് പുറകോട്ട് 2-3 അടി മാറി. അവളുടെ മുന്നിൽ കയറി വട്ടം നിന്ന ആരുഷ് അവളെ തടയാൻ നോക്കിയെങ്കിലും മുകളിലേക്ക് ഉയർന്നു ചാടിയ അവൾ ആരുഷിന്റെ തലയ്ക്ക് മുകളിലൂടെ ഉയർന്ന് അസിയുടെ തൊട്ടു മുന്നിലായി എത്തി നിന്നു. ആ സമയം ശിവ വീശിയ വാള് തന്റെ ഇടത് കയ്യിലിരുന്ന കറ്റാന കൊണ്ട് തടഞ്ഞ ആരുഷിന്റെ വലത് കൈ അവന്റെ ഇടത് കൈത്തണ്ടയിൽ കെട്ടിയിരുന്ന ഏറുകത്തിയിലേക്ക് നീണ്ടു. അടുത്ത നിമിഷം ഒരു മൂളലോടെ ആരുഷിന്റെ കയ്യിൽ നിന്നും ആ ഏറുകത്തി ഒരു വെടിച്ചില് പോലെ അനഘയെ ലക്ഷ്യമാക്കി പാഞ്ഞു. ആസിയുടെ കഴുത്തിന് നേരെ വീശാൻ വാളുയർത്തിപ്പിടിച്ചു നിന്ന അനഘയുടെ തോൾപ്പലകയിലേക്ക് ആ കത്തി തുളഞ്ഞു കയറി. അതിനു പുറകെ ആരുഷ് രണ്ടാമതെറിഞ്ഞ മറ്റൊരു കത്തി അവളുടെ ഇടത് തോൾപ്പലകയിലേക്കും തുളഞ്ഞു കയറി. വേദന സഹിക്കുവാനാവാതെ കരഞ്ഞ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ട കറ്റാന ദൂരേക്ക് തെറിച്ചു വീണു. ചലനമറ്റ കൈകളുമായി അവൾ മുട്ടുകുത്തി അസിയുടെ മുന്നിൽ താഴേക്കിരുന്നു. ശ്രദ്ധ തെറ്റി ആ ഒരു നിമിഷത്തിൽ ശിവ വീശിയ വാള് ആരുഷിന്റെ വയറിൽ ചോര ചീറ്റുന്ന ഒരു മുറിവ് പിളർത്തി കടന്നുപോയി. മുറിവ് വകവെക്കാതെ മുന്നോട്ട് നീങ്ങിയ ആരുഷ് കയ്യിലിരുന്ന വാള് നേരെ മുകളിലേക്ക് ഉയർത്തി ശിവയുടെ ശിരസിനെ ലക്ഷ്യമാക്കി ആഞ്ഞു വീശിക്കൊണ്ട് മുന്നോട്ട് കയറി. തലയ്ക്ക് നേരെ വന്ന വാള് തന്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് ശിവ തടഞ്ഞു. ആ ഒരു നിമിഷം മതിയായിരുന്നു ആരുഷിന്. ഇടതുകാലിലെ സോക്സിനടിയിൽ വെച്ചിരുന്ന കത്തി വലിച്ചൂരിയെടുത്ത് അവൻ ശിവയുടെ തുടയിലെ മർമ്മത്തിൽ കുത്തിയിറക്കി ഒന്ന് തിരിച്ചു. പച്ച മാംസത്തിൽ കത്തി ഇറങ്ങിയ വേദനയിൽ അലറിക്കരഞ്ഞ അവൻ ചെറിയൊരു ഞൊണ്ടലോടെ പതുക്കെ പുറകോട്ട് നടന്ന് അവർ വന്ന മുറിയുടെ അകത്തേക്ക് തിരികെ കയറിപ്പോയി. പടക്കം പൊട്ടുന്നത് പോലൊരു ശബ്ദം കേട്ടാണ് ആരുഷ് തിരിഞ്ഞു നോക്കിയത്. തന്റെ മുന്നിൽ ചോര ഒലിക്കുന്ന കൈകളുമായി മുട്ടുകാലിൽ നിന്ന അനഘയുടെ കവളിൽ അസി ആഞ്ഞടിച്ച ശബ്ദമായിരുന്നു അത്. ഡാ വേണ്ട! ഷർട്ട് ഊരിയെടുത്ത് വീതിയിൽ കീറി വയറിലെ മുറിവിനു ചുറ്റും വലിച്ചു കെട്ടുന്നതിനിടയിൽ ആരുഷ് വിളിച്ചു പറഞ്ഞു, ഈ പൊന്ന കഴിവറി മക്കളുള്ള ഇതല്ലടാ ചെയ്യേണ്ടത്. അസിയുടെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അസി ഞങ്ങളുടെ അപ്പയെ കൊന്നവരോട് ഞങ്ങൾ ക്ഷമിക്കണമെന്നാണോ നീ പറയുന്നേ? വായിൽ നിറഞ്ഞ ചോര പുറത്തേക്ക് തുപ്പിക്കളഞ്ഞിട്ട് അനഘ ചോദിച്ചു. ചുമ്മാതല്ലല്ലോ, നിന്റെ അപ്പനും അപ്പന്റെ അപ്പനും കൂടി അവർക്കിട്ട് തോണ്ടാൻ പോയിട്ടല്ലേ, അതുകൊണ്ട് കൂടുതൽ വിസ്തരിക്കാൻ നിൽക്കല്ലേ. അസിയുടെ വാക്കുകൾക്ക് അനഘയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നീ ഇവിടെ നിൽക്ക്, ഞാനേ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ. ആരുഷ് ശ്രദ്ധയോടെ അകത്തേക്ക് നടന്നു. വേണ്ട ആരുഷ്, നിനക്ക് അവളെ രക്ഷിക്കാനാകില്ല. അനഘ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞത് കേൾക്കാതെ അവൻ അടുത്ത മുറിയിലേക്ക് കടന്നു. അവിടെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ ദേവഗംഗയും നിമിഷയും. ശബ്ദമുണ്ടാകാതിരിക്കുവാൻ ഇരുവരുടെയും വായും മൂടിക്കെട്ടിയിട്ടുണ്ട്. തളർച്ചയുണ്ടായിരുന്നെങ്കിലും അവനെ കണ്ട ഗംഗയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. അവളുടെ അടുത്തേക്ക് ഓടുവാൻ പോയ അവന്റെ കാലുകൾ അവളുടെ തലയ്ക്ക് മുകളിൽ ചൂണ്ടിയിരിക്കുന്ന തോക്കുകൾ കണ്ട് ചലനമറ്റു. 2 പേർ 2 തോക്കുകൾ അവളുടെ തലയിൽ മുട്ടിച്ചു പിടിച്ചിരിക്കുന്നു.
അവരുടെ അടുത്തായി അല്പം മുൻപ് അകത്തേക്ക് പോയ ശിവ. തൊട്ടപ്പുറത്തെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന നിമിഷയുടെ ഇരുവശത്തുമുണ്ട് രണ്ടുപേർ. ആരുഷിന്റെ കൈ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൈത്തോക്കിലേക്ക് നീണ്ടു. വേണ്ടാരോ, വെറുതെ ഷോ കാണിക്കാൻ നിൽക്കണ്ട. ഇനി നീ അവിടെ നിന്ന് അനങ്ങിയാൽ ഇവരുടെ തല ഇവിടെ ചിന്ന ചിതറും. ഇവരുടെ അച്ഛനൊന്ന് വന്നോട്ടെ, അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. അവന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കെണി ഒരുക്കിയിരിക്കുന്നത്. നീ വെറുതെ അതിനിടയിൽ കയറല്ലേ പ്ലീസ്. ശിവ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ ഇരു ചെവികളുടെയും അടുത്തുകൂടെ എന്തോ ഒന്നും ഒളിപ്പാഞ്ഞു പോകുന്ന ശബ്ദം ആരുഷ് കേട്ടു. മുന്നിൽ നിന്നിരുന്ന രണ്ടുപേരുടെ അലറിയുള്ള കരച്ചിൽ. കണ്ണൊന്ന് ചിമ്മി തുറന്ന് ആരുഷ് കണ്ടത് ഗംഗയുടെ തലയ്ക്ക് മുകളിൽ തോക്ക് ചൂണ്ടിപ്പിടിച്ചിരുന്നവന്മാരുടെ കൈപ്പത്തികൾ വേർപെട്ട് തോക്കുകൾ പിടിച്ച നിലയിൽ നിലത്ത് കിടന്ന് പിടയ്ക്കുന്നു. ചോര പുരണ്ട അരിവാളിന്റെ രൂപത്തിലുള്ള 2 ഏറുകത്തികളും നിലത്ത് കിടക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കി ആരുഷിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് മിഴിഞ്ഞു. വാതിൽക്കൽ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ഹോപ്പ്. ആരു വാച്ച്! ഹോപ്പ് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം ശക്തമായ ഒരു പഞ്ച് ആരുഷിന്റെ താടിയലിൽ പതിച്ചു. പുറകോട്ടൊന്ന് വേച്ചു പോയ അവൻ ശക്തമായി തലയൊന്ന് കുടഞ്ഞു. നിന്ന നിൽപ്പിലൊന്ന് കറങ്ങിയ അവന്റെ കാലുകൾ വായുവിൽ ഉയർന്ന മുന്നിൽ നിൽക്കുന്നവന്റെ പെടലിയിൽ ആഞ്ഞു പതിച്ചു. അവൻ താഴേക്ക് വീഴുന്നതിനിടയിൽ തൊട്ടടുത്തുകൂടെ ഹോപ്പ് മുന്നോട്ട് കുതിക്കുന്നത് ആരുഷ് കണ്ടു. ശിവയുടെ മുന്നിലേക്ക് ഓടിക്കേറിയ ഹോപ്പിന് നേരെ ശിവ തന്റെ കയ്യിലിരുന്ന കറ്റാന ആഞ്ഞു വീശി. താഴേക്ക് മുട്ടുകാലിൽ കുനിഞ്ഞ ഹോപ്പിന്റെ തലയ്ക്ക് മുകളിൽ കൂടെ ആ വാള് ചീറിക്കൊണ്ട് കടന്നുപോയി. മുട്ടുകാലിൽ തന്നെ മുന്നിലേക്ക് നിരങ്ങി നീങ്ങിയ അവൻ വലത് കൈ ചുരുട്ടി ശിവയുടെ കാലുകൾക്ക് നടുവിലെ മർമ്മത്തിൽ ശക്തിയോടെ ഇടിച്ചു. സഹിക്കുവാനാവാത്ത വേദനയിൽ താഴേക്ക് കുനിഞ്ഞുപോയവന്റെ മുഖമടച്ച് ഹോപ്പിന്റെ അടുത്ത പഞ്ച്. ശിവയുടെ മൂക്കിന്റെ പാലം തകർന്ന് ചീറ്റിയ ചോര ഹോപ്പിന്റെ മുഖം നനച്ചു. താഴേക്ക് വീഴുമ്പോഴും ശിവയുടെ കണ്ണുകളിൽ ഹോപ്പിനെ ആ ഒരു ഭാവപ്പകർച്ചയിൽ കണ്ടതിന്റെ അത്ഭുതമായിരുന്നു. നിമിഷയുടെ അടുത്ത് അവശേഷിച്ചിരുന്നവൻ നേരിയ ഭയത്തോടെ പുറകോട്ട് ചുവടുകൾ വെച്ചു. ആരുഷും ഹോപ്പും ഒരുമിച്ചാണ് അവന് നേരെ കുതിച്ചത്. നിമിഷ നേരം കൊണ്ട് അവനും നിലം പതിച്ചു. ഗംഗയെ കെട്ടിയിരുന്ന കസേരയുടെ അടുത്തേക്ക് ഓടിയെത്തിയ ആരുഷ് അവളുടെ കെട്ടുകൾ അറുത്തുമാറ്റി. ആ സമയം ഹോപ്പ് നിമിഷയെ സ്വതന്ത്രയാക്കുകയായിരുന്നു. കൈകളിലെയും കാലുകളിലെയും കെട്ടുകൾ മുറിച്ചു മാറ്റിയ ശേഷം ആരുഷ് ഗംഗയുടെ വായ് മൂടിക്കെട്ടിയിരുന്ന തുണിയും അഴിച്ചു മാറ്റി. അല്പനേരം അവനെ തന്നെ നോക്കി കസേരയിൽ ഇരുന്ന ഗംഗയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അടുത്ത നിമിഷം ഒറ്റച്ചാട്ടത്തിന് അവന്റെ അരക്കെട്ടിലേക്ക് ചാടിക്കേറിയ അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി. കരഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ ഭ്രാന്തമായി ചുംബിച്ചു. താഴെ വീഴാതെ അവളെ താങ്ങി പിടിച്ചുകൊണ്ട് അവളുടെ ചുംബനങ്ങൾ അവൻ ഏറ്റുവാങ്ങി. അവന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി. തുറന്നു പറയാതെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പ്രണയം അവർ ആ ചുംബനത്തിലൂടെ പരസ്പരം വെളിപ്പെടുത്തുകയായിരുന്നു. അവർക്ക് ചുറ്റിനു നിന്നിരുന്ന അസിയും നിമിഷയും ഹോപ്പും അവരുടെ ആ പ്രണയജാബല്യങ്ങൾ കണ്ട് പരസ്പരം നോക്കി ചിരിച്ചു. എന്താടാ വരാൻ ഇത്ര വൈകിയേ? ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം മുഖമുയർത്തി അവൾ അവനോട് ചോദിച്ചു. അതിന് ഈ മരം കയറിപ്പണ്ട് ഇങ്ങനൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഡേടി മതിയടി, ഒന്നുമില്ല നിന്റെ മുറച്ചെറുക്കനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ തന്നെ വേണോ വേറൊരുത്തനുമായിട്ട് ഈ പ്രണയ നാടകം? മുറച്ചെറുക്കനോ? ഹോപ്പ് പറയുന്നതും കേട്ട് അസിയും നിമിഷയും അത്ഭുതത്തോടെ ഒരുമിച്ചാണ് ചോദിച്ചത്. സോറി ഗൈസ്, നമ്മുടെ ആരിവിന്റെ മുകളിൽ കയറിക്കുന്ന സാധനം എന്റെ കസിനാണ്. അല്പം ഒരു ചമ്മലോടെ ഹോപ്പ് പറഞ്ഞു. എന്തോന്നാണ് ഈ കേൾക്കുന്നതൊക്കെ? ഇത്ര നാളും കൂടെ നിന്നവരൊക്കെ മറ്റാരൊക്കെ ആണെന്ന് അറിഞ്ഞെന്റെ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ അതേ നീയും. അയ്യോ മച്ചാനെ, ഹോപ്പ് എന്ന് നീയൊക്കെ വിളിക്കുന്ന എന്റെ ശരിക്കുള്ള പേര് സനു എന്ന് തന്നെയാ. പിന്നെ ഞാൻ ഇവരുടെ കസിനാണെന്ന് പറയാതിരുന്നത് ഇവളുടെ തന്നെ സുരക്ഷയെ കരുതിയാ. പുറകിലുള്ള ശത്രുക്കൾ നിസ്സാരന്മാരിലെന്ന് നിങ്ങൾ ഇപ്പോ കണ്ടല്ലോ. ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി അയച്ചിരുന്ന നെൽസനെയും അവർ കൊന്നു. എത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്ന അനഘയും സിതാരയും ശിവയും ശത്രുക്കളാണെന്ന് തിരിച്ചറിയാൻ അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അനഘയുടെ പേര് പറഞ്ഞപ്പോ അവന്റെ മുഖം ഒന്ന് മങ്ങുന്നത് ആര് ശ്രദ്ധിച്ചു. ഇനിയിപ്പോ നീയാരാടി? ഇവളുടെ വല്ലിച്ചന്റെ മോളാ? അസി നിമിഷയോട് ചോദിച്ചു. അയ്യോ, ഞാൻ ആ പാവം നിമിഷ തന്നെയാണേ. അവൾ അസിയെ നോക്കി തൊഴുതു. അതെ, അവിടെ തന്നെ ഇരിക്കാനാണോ പാവം, അതോ താഴോട്ടിറങ്ങുന്നുണ്ടോ? ആരുഷിന്റെ അരക്കെട്ടിൽ ഇരുന്ന് അവനെ വട്ടം പിടിച്ചിരിക്കുന്ന ഗംഗയെ നിമിഷ കളിയാക്കി. അല്പം ഒന്ന് ചമ്മി അവൾ പതുക്കെ ആരുഷിന്റെ അരക്കെട്ടിൽ നിന്ന് മൂർന്നിറങ്ങി. ഇതിപ്പോ ഇവിടെ 3 പേരല്ലേ ഉള്ളൂ? പനങ്കാടന്റെ മക്കൾ 5 പേരുണ്ടെന്നല്ലേ ആശാൻ പറഞ്ഞ്? അസി ഒന്ന് ആലോചിച്ചിട്ട് ചോദിച്ചു. ഇവരുടെ ഒപ്പം വേറൊരുത്തം കൂടി ഉണ്ടായിരുന്നവരും. അവന്റെ മുഖം ശരിക്കും കാണാൻ എനിക്ക് പറ്റിയില്ല. അവനാ എന്നെ എടുത്ത് വലിച്ചെറിഞ്ഞത്, കണ്ടോ? എന്റെ കൈയൊക്കെ പൊട്ടി. സങ്കടം പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മുഖഭാവത്തോടെ അവൾ ആരുഷിനെ നോക്കി പറഞ്ഞു. അത് കേട്ട് ആരുഷിന്റെ മുഖം ഒന്ന് മുറുകി. അവന്റെ കൈകൾ അവളെ ചുറ്റിപ്പുണർന്ന് അല്പം കൂടി ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും മറ്റാരും അവളെ ഉപദ്രവിക്കാൻ താൻ അനുവദിക്കുകയില്ല എന്ന് അവൻ അവളോട് പറയാതെ പറയുകയായിരുന്നു. പ്രണയം നിറഞ്ഞ ആ സംരക്ഷണത്തിന്റെ ഇളം ചൂടിൽ അവളുടെ ഹൃദയം ഉരുകി.
അവന്റെ കഴുത്തിനടിയിൽ മുഖം ഒളിപ്പിച്ച് അവൾ അവനോട് ചേർന്നു നിന്നു. ആ സമയം പുറത്തുനിന്നും ആരൊക്കെയോ നടന്നു വരുന്ന കാലൊച്ചകൾ അവിടെ മുഴങ്ങി. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.